നമസ്കാരം. ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ നിത്യജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലുള്ള തലവേദനകളിൽ ഒന്നാണ് സൈനസൈറ്റിസ്. പക്ഷെ നമുക്ക് വരുന്ന എല്ലാ തലവേദനയും സൈനസൈറ്റിസ് അല്ല. എന്തുകൊണ്ട് ഇത് വരുന്നു എന്ന് കണ്ടെത്തി ചികിത്സിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും പരിഹരിക്കാം. സൈനസൈറ്റിസിന്റെ കാരണങ്ങളെയും ചികിത്സാ രീതികളെയും കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ക്യൂവിൽ സംസാരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലെ ENT കൺസൾട്ടന്റ് ഡോക്ടർ സുൽഫി ഒപ്പമുണ്ട്. ഡോക്ടർ, സ്വാഗതം ഡോക്ടർ ക്യൂവിലേക്ക്. ഡോക്ടർ, ഈ സൈനസൈറ്റിസുകൾ എന്ന് പറയുമ്പോൾ തന്നെ സൈനസുകൾ അടഞ്ഞുണ്ടാകുന്ന തലവേദനയാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. എന്താണ് ഈ സൈനസുകൾ എന്ന് വെച്ചാൽ? സൈനസ് എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തെ എല്ലുകളുടെ ഉള്ളിലിരിക്കുന്ന ചില വായുവറകളാണ്. അതിന് ചില പ്രത്യേക ഫങ്ഷൻസ് ഉണ്ട്. അതായത് വായുവറകൾ നമുക്ക് തലയോട്ടിയുടെ ഭാരം കുറയ്ക്കുന്നു. അതുമാത്രമല്ല നമ്മുടെ മൂക്കിനകത്തേക്ക് നാം വലിക്കുന്ന ശ്വാസത്തെ അകത്തേക്ക് ശുദ്ധീകരിച്ച് ഒരു പരിധിവരെ അതിൻ്റെ പൊടിയുമെല്ലാം കളഞ്ഞ് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ പല വിധത്തിലുള്ള അണുക്കളെ തടഞ്ഞു നിർത്തുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഫങ്ഷൻസ് ഉള്ള ഒരു അറയാണ് സാധാരണ ഈ സൈനസസ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഇൻഫെക്ഷൻസിനെയാണ് സാധാരണഗതിയിൽ സൈനസൈറ്റിസ് എന്ന് പറയാറുള്ളത്. അത് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് സാധാരണഗതിയിൽ കാണാറുണ്ട്. അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കാണാം, വൈറൽ ഇൻഫെക്ഷൻസ് കാണാം, ഈവൻ സംടൈംസ് ഫംഗൽ ഇൻഫെക്ഷൻസ് കാണാം. അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ആണ് ഈ സാധാരണഗതിയിൽ സൈനസുകളെ ബാധിക്കാറുള്ളത്. ശരി ഡോക്ടർ, ഇത് സൈനസുകൾ അടയുമ്പോൾ അല്ലേ, അതുകൊണ്ടാണല്ലോ, അതെങ്ങനെയാണ് തലവേദനയ്ക്ക് കാരണമാകുന്നത് ഡോക്ടർ? ഇത് ബേസിക്കലി നമുക്കൊരു കാര്യമുണ്ട്. നമുക്ക് സൈനസ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ അതിനെ ഒരു ഹെഡേക്കുമായിട്ട് അങ്ങ് ഇക്വേറ്റ് ചെയ്യാണ്. ശരിക്കും സൈനസൈറ്റിസ് ആസ് സച്ച് ഒരു ഫ്രാങ്ക് ഹെഡേക്ക് ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസ് റിലേറ്റീവ്ലി കുറവാണ്. സൈനസൈറ്റിസിന് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ മൂക്കൊലിപ്പ്, മൂക്കടവ്, മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാവുക, ഒരു ഫേഷ്യൽ പെയിനാണ്. എക്സാക്ട്ലി ഒരു ഹെഡേക്ക് അല്ല. തലയുടെ മുഴുവൻ ഭാഗങ്ങളിലുണ്ടാകുന്ന ഒരു ഹെഡേക്ക് സൈനസൈറ്റിസിന് സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല. അറ്റ് ദ സെയിം ടൈം മുഖത്തുണ്ടാകുന്ന ഒരു പെയിനാണ്, ഒരു ഫുൾനെസ് ഫീൽ ചെയ്യുക, കുനിയുമ്പം ഒരു ഭാരം പോലെ ഉണ്ടാവുക, തലയിൽ മൊത്തം ഒരു വിങ്ങൽ അനുഭവപ്പെടുക. ഇതെല്ലാം അതായത് നമുക്ക് പൊതുവേ ഹെഡേക്ക് എന്ന് പറയാമെങ്കിൽ പോലും ഇതിനൊരു ഒരു രോഗലക്ഷണം ഹെഡേക്ക് എന്ന് പറയാമെങ്കിൽ പോലും പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ ഈ മൂക്കൊലിപ്പ് ഉണ്ടാവുക, മൂക്കടവ് ഉണ്ടാവുക, മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാവുക, മുഖത്ത് മൊത്തം ഒരു മരവിപ്പും ഒരു ഭാരവും ഉണ്ടാവുക, ഇതൊക്കെയാണ് ഹെഡേക്ക് എന്ന് പറയുന്ന. എക്സാക്ട്ലി തലയിൽ വരുന്ന തലവേദനകൾ, തലയുടെ പുറംഭാഗങ്ങളിലൊക്കെ അനുഭവപ്പെടുന്ന വേദന പലപ്പോഴും ഒരു സൈനസൈറ്റിസിൻ്റെ രോഗലക്ഷണമാകണമെന്നില്ല. അതൊരു ചിലപ്പോൾ ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ മാത്രമേ ആവുകയുള്ളൂ. ഇതിന് തലവേദന ഉണ്ടാകാൻ കാരണം, അല്ലെങ്കിൽ ഇതിന് രോഗലക്ഷണം ഉണ്ടാകുന്നതിന് കാരണം ഞാൻ പറഞ്ഞു, നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ഉള്ളിലേക്ക് പോകുന്ന ഒരു നോർമൽ പാത്വേക്ക് തടസ്സങ്ങൾ ഉണ്ടാവുകയും അവിടെ സെക്രീഷൻസ് ഉണ്ട്. നമ്മുടെ മൂക്കിനകത്തും വായുടകത്തും ഒക്കെയുള്ള സെക്രീഷൻസ്, നോർമലി ഉണ്ടാകുന്ന സെക്രീഷൻസ് കട്ടിപിടിക്കുകയും അത് ക്രമേണ ഒരു തടസ്സം ഉണ്ടാക്കുകയും ഒരു ഭാരം പോലെയുള്ള വേദന അനുഭവപ്പെടുകയും ആണ് ചെയ്യാറുള്ളത്. പക്ഷേ പ്രെഡോമിനൻ്റ്ലി നമുക്ക് കൂടുതൽ കാണപ്പെടുന്നത് മൂക്കിന് അടവ്, മൂക്കിന് ശ്വാസം പോകാനുള്ള ഒരു തടസ്സം ഉണ്ടാവുക, സ്ഥിരമായിട്ട് തുമ്മലുണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സൈനസിൻ്റെ രോഗലക്ഷണങ്ങളായിട്ട് കാണുക. അപ്പോൾ ഡോക്ടർ, ഈ തലവേദന പലരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ്. ഈ സാധാരണ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ മാനസിക സമ്മർദ്ദം, സ്ട്രെസ് ഒക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന തലവേദനയും സൈനസൈറ്റിസും നമുക്ക് കണക്ട് ചെയ്യാനേ പാടില്ലല്ലേ? അത് മൈഗ്രെയിൻ വിഭാഗത്തിൽ വരും എങ്ങനെയാണ്? അതായത് തലവേദനയിൽ ഒരു നല്ല ശതമാനവും ഈ മൈഗ്രെയിൻ വിഭാഗത്തിൽ വരുന്ന തലവേദനയും ടെൻഷൻ ഹെഡേക്കും ഒക്കെയാണ്. മറ്റൊരു ചെറിയ വിഭാഗം മാത്രമേ ഒരു ഫ്രാങ്ക് ഹെഡേക്കായിട്ട് സൈനസൈറ്റിസ് പ്രത്യക്ഷപ്പെടാറുള്ളൂ. ശക്തമായിട്ടുണ്ടാകുന്ന തലവേദനയോടൊപ്പം അതിശക്തമായിട്ട് ഛർദ്ദിക്കുക, തുടർച്ചയായിട്ട് നീണ്ടു നിൽക്കുന്ന, അതായത് 2 മണിക്കൂറിലേറെയൊക്കെ നീണ്ടു നിൽക്കുന്ന, ചിലപ്പോൾ ഒരു ദിവസം രാത്രി മുഴുവനൊക്കെ നീണ്ടു നിൽക്കുന്ന തലവേദന, യാത്ര ചെയ്യുക, വിശന്നിരിക്കുക, ഉറക്കൊഴിയുക, അങ്ങനെയൊക്കെ വരുന്ന തലവേദന, അതെല്ലാം ഒരു മൈഗ്രെയിൻ വിഭാഗത്തിലേക്ക് രോഗലക്ഷണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള രോഗമാണ് ഒരു സാധാരണഗതിയിൽ മൈഗ്രെയിൻ വരിക. സൈനസൈറ്റിസിനെ സംബന്ധിച്ചോളം ഈ ഒരു പക്ഷേ തലവേദന പറയുകയാണെങ്കിൽ പോലും അതിനോടൊപ്പം മൂക്കൊലിപ്പും ഞാൻ ഈ നേരത്തെ പറഞ്ഞ രോഗലക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ പ്രിഡോമിനന്റ്ലി ഉണ്ടാകും. ഡോക്ടർ, ഒരു കോൾ ഉണ്ട്. ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വിളിക്കുന്നത് നസീമായ. ചോദിച്ചോളൂ നസീമ. പിന്നെ എനിക്ക് എന്താണെന്നറിയാം മാഡം, എനിക്ക് തുമ്മൽ വർഷങ്ങളായിട്ടാണ് തുമ്മൽ. പല മരുന്നുകളും കഴിച്ച് മൂക്കിൽ മാംസമൊന്നും വളരുന്നൊന്നുമില്ല. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, ഇടയ്ക്കിടയ്ക്ക് തലവേദനയും ഉണ്ട്. ഓക്കെ, ഇത് സ്ഥിരമായിട്ട് നിൽക്കുന്ന തുമ്മല്, മൂക്കൊലിപ്പ്, മീൻസ് മൂക്കുന്ന സെക്രീഷൻസ് വരിക, സ്ഥിരമായി നിൽക്കുന്ന തുമ്മൽ, ഇതെല്ലാം ഒരു അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന രോഗത്തെയാണ് കാണിക്കുന്നത്. പ്രിഡോമിനൻ്റ്ലി ഒരു അലർജി മൂലമുണ്ടായിരിക്കുന്ന തുമ്മലും മൂക്കൊലിപ്പും മൂക്കടവൊക്കെയാണ്. ഈ കാര്യം നമ്മളൊരു വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ അലർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് പാരമ്പര്യ ഘടകങ്ങളും നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ കൂടെ ഇതിനുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലർജി എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിനെയൊക്കെ ബാധിക്കുകയാണെങ്കിൽ അത് തുമ്മലും മൂക്കൊലിപ്പും അലർജിക് റൈനൈറ്റിസ് ഉണ്ടാവുകയും ഒരു പക്ഷേ ശ്വാസകോശങ്ങളെ ബാധിക്കുകയാണെങ്കിൽ ശ്വാസം മുട്ടുണ്ടാക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് പ്രിഡോമിനൻ്റ്ലി മൂക്കിന് തടസ്സമില്ല, ചതയില്ല എന്നൊക്കെ ഡോക്ടർ പരിശോധിച്ച് പറഞ്ഞു എന്നുണ്ടെങ്കിൽ അലർജിക് റൈനൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് പ്രിഡോമിനൻ്റ്ലി കാണുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള, ഇതിനെ
തടഞ്ഞു നിർത്താനുള്ള മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. അലർജിക്കുള്ള ആൻറ്റിഹിസ്റ്റമൈൻ ഗുളികകളോ അതോടൊപ്പം മൂക്കിൽ ഉപയോഗിക്കുന്ന നേസൽ സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകളോ ഒക്കെ തന്നെ വളരെയധികം ഫലപ്രദമാണ്. അത് ഒരു ENT ഡോക്ടറെ കണ്ടാൽ മൂക്കിനകത്ത് ചതയും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ ഇത്തരം മരുന്നുകൾ അലർജിയെ മാത്രം നിയന്ത്രിക്കുന്നതിന് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. പലപ്പോഴും നേസൽ സ്പ്രേകൾ രൂപത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നത് വളരെ ഡ്രമാറ്റിക് റിലീഫ് ഉണ്ടാക്കും. അതോടൊപ്പം പൊടി തട്ടുന്ന ചില സാഹചര്യങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ശീലവും ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ശരി ഡോക്ടർ, ഈ സൈനസുകളിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ മാത്രമേ സൈനസൈറ്റിസ് വരൂ, അതല്ലാതെ മറ്റെന്തൊക്കെ കാരണങ്ങൾ കൊണ്ടുവരാം? തീർച്ചയായിട്ടും അതായത് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ആണ് സൈനസൈറ്റിസ് എന്ന് പറയുക. പക്ഷേ പലപ്പോഴും മൂക്കിനകത്തുണ്ടാകുന്ന നേരത്തെ ഈ തൊട്ട് മുമ്പത്തെ ഫോൺ കോളിൽ പറഞ്ഞതുപോലെ മൂക്കിനകത്ത് ചതയുണ്ടായിരിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വളർച്ച ഉണ്ടായിരിക്കുക, മൂക്കിൻ്റെ പാലത്തിന് വലിയ വളവുകൾ, ചെറിയ വളവുകളൊക്കെ മിക്കവർക്കും ഉണ്ടാകും, നല്ല തോതിലുള്ള തടസ്സം ഉണ്ടായിരിക്കുക, ഇതെല്ലാം നമ്മുടെ നോർമലായിട്ടുള്ള സെക്രീഷൻസിൻ്റെ ഫ്ലോയ്ക്ക് തടസ്സം ഉണ്ടാക്കും. അതവിടെ നീര് കെട്ടിയിട്ട് സൈനസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്, സൈനസൈറ്റിസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇതല്ലാതെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ, ദന്തരോഗങ്ങൾ പോലെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൂടി സൈനസൈറ്റിസിന് കാരണമാകുമോ ഡോക്ടർ? തീർച്ചയായിട്ടും സൈനസൈറ്റിസിൽ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ പല്ലുകളുടെ ഊനുകൾക്ക് മോണയിലോട്ടുള്ള ഭാഗങ്ങളിലേക്ക് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അത് പ്രധാനപ്പെട്ട സൈനസായ മാക്സിലറി സൈനസ് എന്ന് പറയുന്ന വലിയ സൈനസ് ഉണ്ട്, കണ്ണിന് തൊട്ട് താഴെയായിട്ട് പല്ലിന് മുകളിലായിട്ടുള്ള ഈ സൈനസ് ഉണ്ട്. അതിൻ്റെ നമ്മുടെ പല്ലുകൾ കണക്ട് ചെയ്തിരിക്കുന്ന റൂട്ട് അവിടെ ആ ഭാഗവുമായിട്ട് വളരെ ബന്ധമുള്ളതാണ്. അപ്പോൾ ഈ പല്ലുകളിൽ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അത് സൈനസുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഒരു പക്ഷേ എസ്പെഷ്യലി ഒരു ഡെന്റൽ എക്സ്ട്രാക്ഷനൊക്കെ കഴിയുന്ന രീതിയിൽ നല്ല ശക്തമായ ഡെന്റൽ ഇൻഫെക്ഷൻസ് ഉള്ള ആൾക്കാർക്ക് സൈനസിലേക്ക് ആ ഇൻഫെക്ഷൻ വ്യാപിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ 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 ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിക്കൂ അമ്മ. ഹലോ ഡോക്ടർക്ക് കേൾക്കാം, ചോദിച്ചോളൂ. ആരാണ് വിളിക്കുന്നത്? സുകുമാരൻ, പാലക്കാട് നിന്ന്. മോന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ശരി, ചോദിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാം. സുകുമാരൻ, അതായത് 13 വയസ്സായി മോനെ. ഓക്കെ, ഹലോ ശരി കേൾക്കാം, പറയൂ. 13 വയസ്സായി മോനെ, പക്ഷെ മൂക്കിലൊരു വഴുവഴുപ്പ് മാതിരി ഒന്നും വന്നുകൊണ്ടിരിക്കുന്നു. ഡോക്ടറെ കാണിച്ചിട്ടും മാറുന്നില്ല. ഓക്കെ, ഇത് ഞാൻ തൊട്ട് മുമ്പുള്ള ഫോൺ കോളറിൻ്റെ ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള രോഗലക്ഷണമാണ് പറയുന്നത്. അതായത് സ്ഥിരമായിട്ട് മൂക്കിൽ നിന്നും ഡിസ്ചാർജ് ഉണ്ടാകുന്നു, മരുന്ന് കൊടുക്കുന്ന സമയങ്ങളിൽ മാത്രം മാറി നിൽക്കുന്ന ഒരു രീതിയിലേക്ക് സ്ഥിരമായിട്ട് മൂക്കുന്ന ഡിസ്ചാർജ് ഉണ്ടാകുന്നു. ഇത് ഡെഫിനറ്റ്ലി ഒരു അലർജിയുടെ രോഗലക്ഷണമാണ്. തീർച്ചയായിട്ടും ENT ഡോക്ടറെ കാണിച്ചിട്ട് അതിനകത്ത് ഈ മൂക്കിനകത്ത് മറ്റ് ബുദ്ധിമുട്ടുകളെന്ന് ഉറപ്പാക്കണം. പക്ഷേ രോഗലക്ഷണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം അതൊരു അലർജിയുടെ രോഗലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അലർജിയെ നിയന്ത്രിക്കുന്നതിനുള്ള ചികിത്സ ഇതിന് തീർച്ചയായിട്ടും ആവശ്യമാണ്. അലർജിയെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു പക്ഷേ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്കും, അത് കഴിഞ്ഞാൽ നമുക്ക് അലർജിയെ നിയന്ത്രിക്കാനുള്ള നേസൽ സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകൾ ഇതിന് ഫലപ്രദമായിരിക്കും എന്ന് തോന്നുന്നു. ഡോക്ടർ, ഒരു സാധാരണ ജലദോഷവും പനി വന്നാലും അത് സൈനസൈറ്റിസിലേക്ക് അല്ലെങ്കിൽ സൈനസുകളെ ഇൻഫെക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. അതായത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ വരുന്ന എന്ത് ഇൻഫെക്ഷൻസും സൈനസിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് ഉണ്ടാക്കണമെന്നില്ല അല്ലേ? എല്ലാവർക്കും അങ്ങനെ തലവേദന വരുന്നില്ലല്ലോ. തീർച്ചയായിട്ടും ഇല്ല, നിർബന്ധമായിട്ടും ഇല്ല. എസ്പെഷ്യലി ഒരു അലർജിക് ടെൻഡൻസി ഉള്ള ആൾക്കാർക്ക് ഇത്തരം പെട്ടെന്നൊരു ഇൻഫെക്ഷൻ വരികയും അത് മൂക്കിലോട്ടൊക്കെ സൈനസുകളിലേക്ക് ബാധിക്കാനുള്ള ഒരു സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. അത് ഓരോരുത്തർക്കും ചിലപ്പോൾ സാധാരണ ഒരു വൈറൽ ഫീവറിന് പോലും ഒരു റൈനൈറ്റിസ്, മൂക്കുന്നുള്ള ഒരു ഡിസ്ചാർജ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അതൊരു ഫ്രാങ്ക് സൈനസൈറ്റിസിലേക്ക് പോകണമെന്നില്ല. എല്ലാ മൂക്കിലെ ഡിസ്ചാർജും തീർച്ചയായിട്ടും ഒരു സൈനസൈറ്റിസ് എന്ന് പറയാൻ കഴിയില്ല. ഒരു റൈനൈറ്റിസ് മാത്രമാണ്, മൂക്കിലുണ്ടാകുന്ന ഡിസ്ചാർജ് മാത്രമാണ്. പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, എസ്പെഷ്യലി കുട്ടികളിൽ സൈനസുകളിലെ ഇൻഫെക്ഷൻ അതിനോടൊപ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശരി ഡോക്ടർ, ഈ സൈനസുകൾ എന്ന് പറയുമ്പോൾ ഈ സൈനസുകൾ എവിടെയൊക്കെയായിട്ടാണ് മുഖത്തിരിക്കുന്നത്? എങ്ങനെയാണ് അതിന്റെ ഒരു രീതി? അതെ, നമുക്ക് സാധാരണഗതിയിൽ മുഖത്ത് ചുറ്റുമുള്ള വായുകളാണെന്നല്ല പറയുന്നത്. മാക്സിലറി സൈനസ് ഈ മൂക്കിന് വശത്തായിട്ട്, ഞാൻ തൊട്ട് മുമ്പ് സൂചിപ്പിച്ചു, മൂക്കിന്റെ വശത്തായിട്ടാണ് ഈ മാക്സിലറി സൈനസ്. രണ്ട് വശങ്ങളിലും 2 സൈനസുകളുണ്ട്. അതുപോലെ തന്നെ ഫ്രോണ്ടൽ സൈനസ് എന്ന് പറയുന്നത് നമ്മുടെ പുരികത്തിന് തൊട്ട് താഴെയായിട്ട് വശങ്ങളിലായിട്ട് ഈ ഭാഗങ്ങളിലായിട്ടാണ് ഫ്രോണ്ടൽ സൈനസ് കാണുക. എഥമോയിഡ് സൈനസ് എന്ന് പറയുന്നത് മൂക്കിന്റെ വശങ്ങളിൽ കുറച്ച് താഴ്ഭാഗത്തായിട്ട് കാണപ്പെടുന്ന വായുവറകളാണ്. സ്പീനോയിഡ് സൈനസ് കുറച്ചുകൂടെ പുറകിലായിട്ട് കാണപ്പെടുന്ന സൈനസുകളാണ്. ഇതാണ് സാധാരണഗതിയിലുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ സൈനസൈറ്റിസ് വരുമ്പോൾ ഇവിടെയൊക്കെ തൊടുമ്പോഴൊക്കെ ഉള്ള ഒരു വേദന ഫീൽ വരുന്നത്. എക്സാക്ട്ലി. അത് ഡോക്ടർമാർ എപ്പോഴും നമുക്കറിയാം, പരിശോധിക്കുമ്പോൾ ഈ ചില പ്രത്യേക സ്ഥലങ്ങളിൽ അമർത്തി നോക്കി ഒരു ടെൻഡർനെസ് ഉണ്ടോ എന്ന് നോക്കാം, ഒരു വേദന അനുഭവപ്പെടുന്നുണ്ടോ എന്ന് നോക്കുന്നത് ആ സൈനസിൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് അറിയുന്നതിനുള്ള ഒരു രീതിയാണ്. ഓക്കെ ഡോക്ടർ, ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാം. പറയുമോ? ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
ശരി, കോള് കട്ടായിരുന്നു. ഡോക്ടർ, ഈ സൈനസുകൾ ഇൻഫെക്ട് ചെയ്താൽ അത് എല്ലാ സൈനസുകളും ഒരുപോലെ ഇൻഫെക്ഷൻ വരണമെന്നില്ലേ? അത് എവിടെയാണോ ആ ഇൻഫെക്ഷൻ വന്നത് അതിനനുസരിച്ചായിരിക്കും അതിന്റെ സിംറ്റം വരിക? തീർച്ചയായിട്ടും. അതായത് ഞാൻ പറഞ്ഞല്ലോ, 2 സൈനസ് ഉണ്ട്. മാക്സിലറി സൈനസ് 2 സൈനസുകളുണ്ടല്ലോ. ഒരു സൈനസിൽ മാത്രമായിട്ട് ഇൻഫെക്ഷൻ വരാം. മാക്സിലറി സൈനസിൽ തന്നെ ഒന്നിൽ വരാം, 2ലും വരാം. ഫ്രോണ്ടൽ സൈനസ് എന്ന് പറയുന്ന സൈനസിൽ വരാം, എഥമോഡ് എന്ന് പറയുന്ന സൈനസിൽ വരാം. എല്ലാ സൈനസിലും പാൻ സൈനസൈറ്റിസ് എന്ന് പറയുമ്പോൾ എല്ലാ സൈനസുകളെയും ഒരുമിച്ച് ബാധിക്കുന്ന ചില സാഹചര്യങ്ങളുമുണ്ട്. പക്ഷേ പൊതുവേ പറയുകയാണെങ്കിൽ പലപ്പോഴും കൂടുതൽ രോഗികളിലും ഏതെങ്കിലും 1-2 സൈനസുകളിലും മാത്രം ബാധിക്കും. കാര്യം ഇത് പക്ഷേ ഒരു സാഹചര്യം നമ്മൾ ട്രീറ്റ് ചെയ്യാതെ പോവുകയാണെങ്കിൽ ഒരു സൈനസിലെ ഇൻഫെക്ഷൻസ് മറ്റതിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി ഈ നേസൽ പോളിപ്പ്, ചതകൾ പോലെയുള്ള രോഗത്തിനോടനുബന്ധിച്ച് വരുന്ന ഇൻഫെക്ഷൻ ആണെങ്കിൽ മറ്റ് സൈനസുകളിലേക്ക് വ്യാപിക്കാനുള്ള ഒരു സാധ്യത. ഇതെല്ലാം ഡ്രൈൻ ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. മൂക്കിനകത്തുനിന്ന് ഉള്ള സെക്രീഷൻസ് സൈനസുകൾ ഡ്രൈൻ ചെയ്യുന്നത് മൂക്കിനകത്തേക്കാണ്. അപ്പോൾ ഇതെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ ഡോക്ടർ, സാധാരണ ഒരു പനിയും ജലദോഷവും വന്നിട്ടാണ് സൈനസൈറ്റിസ് എന്നെങ്കിൽ അത് പോകുമ്പോൾ അതും നോർമലി സൈനസൈറ്റിസും കുറഞ്ഞോളൂ, അതോ അതിനും ട്രീറ്റ്മെന്റ് സെപ്പറേറ്റ് വേണോ? അതായത് ഞാൻ പറഞ്ഞല്ലോ, സൈനസിൽ ഇപ്പോൾ ഒരാളിന് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വന്നു, ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്നു, ചുമയുണ്ട്, പനിയുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മൂക്കിനുണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ പ്രിഡോമിനൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനും കൂടി യോജ്യമായ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരും. അത് കാര്യം നമുക്കിപ്പോൾ ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക് മരുന്നുകൾ മാത്രം കൊള്ളണമെന്നില്ല. പലപ്പോഴും മൂക്കിലെ നേസൽ ഡീകൺജസ്റ്റൻസ് എന്ന് പറയുന്ന മൂക്കിനകത്തുള്ള സെക്രീഷൻസിന് കുറയ്ക്കുന്ന ആൻറ്റിഹിസ്റ്റമിൻ ഗുളികകളും ചിലപ്പോൾ തുള്ളിമരുന്നുകളും, മൂക്കിൽ ഉപയോഗിക്കുന്ന ഡീകൺജസ്റ്റൻ പോലുള്ള തുള്ളിമരുന്നുകളും ചിലപ്പോൾ അതിന് അനുയോജ്യമായ വേദന സംഹാരികളൊക്കെ തന്നെ ചിലപ്പോൾ. അത് തുടർച്ചയായി സൈനസൈറ്റിസിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രം മതി എന്നാണോ? സൈനസിൻ്റെ ചുരുക്കി പറഞ്ഞാൽ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, ചുമയും പനിയും ഒക്കെ വരുന്ന സമയത്ത് സൈനസിൻ്റെ ഇൻഫെക്ഷൻസിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിനും കൂടെ ചില മരുന്നുകളോട് ആഡ് ചെയ്യേണ്ടി വരും. ഇതിനൊരു സെപ്പറേറ്റ് ട്രീറ്റ്മെന്റ് അല്ല. ഈ സൈനസൈറ്റിസ് മറ്റ് തലവേദനകൾ പോലെ തുടർച്ചയായി നീണ്ടു നിൽക്കണം അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നില്ല അല്ലേ? അതൊരു മരുന്ന് കഴിച്ച് ഒരു ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും ഭേദമാക്കാവുന്നതേ ഉള്ളൂ. അക്യൂട്ട് സൈനസൈറ്റിസ് എന്ന് പറയുന്ന ഈ ഇൻഫെക്ഷൻ വരുന്ന ആ പീരീഡ് കഴിഞ്ഞാൽ ഇത് ക്രോണിക് സൈനസൈറ്റിസ്, ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന സൈനസ് ഇൻഫെക്ഷനിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ്, അതായത് മരുന്നുകൾ കൊണ്ടല്ലാതെ ആ സൈനസിലുണ്ടാകുന്ന ബ്ലോക്ക് അല്ലെങ്കിൽ തടസ്സങ്ങൾ മൂലം ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ, ആ തടസ്സങ്ങൾ മാറ്റുന്നതിനുള്ള സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായി വന്നേക്കാം. അതൊരു ദീർഘനാൾ നിൽക്കുന്ന ആൾസം. പലപ്പോഴും നമുക്കൊരു നല്ല ശതമാനം ആൾക്കാരുടെ ഒരു അക്യൂട്ട് സൈനസൈറ്റിസ് ആൻറ്റിബയോട്ടിക്കുകളും മറ്റ് സപ്പോർട്ടീവ് കെയറിനുള്ള മറ്റ് മരുന്നുകളുണ്ട്, അതിൽ ഭേദമാകും. ക്രോണിക് സൈനസൈറ്റിസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതും മെഡിക്കൽ ചികിത്സയിൽ നിൽക്കാത്ത രീതിയിൽ പോവുകയാണെങ്കിൽ സർജറി ആവശ്യമായി വന്നേക്കാം. ഡോക്ടർ, ഇതൊരു അലർജി പ്രശ്നം തുടർച്ചയായുള്ളവർക്കും ഈ ഒരു സൈനസൈറ്റിസ് അതിന്റെ കൂടെ വരാനുള്ള സാധ്യതയും കൂടുതലുണ്ടല്ലേ? നമുക്ക് അലർജി ഉള്ളവർക്ക് ഇത്തരം ഇൻഫെക്ഷൻസ് വരാനും സൈനസിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ഒരു സാധ്യത വളരെ വളരെ കൂടുതലായിരിക്കും. പെട്ടെന്ന് അവിടെ ഒരു മൂക്കിനകം കൺജഷൻ വരികയും അവിടെ സെക്രീഷൻസും തടസ്സം ഉണ്ടാകുകയും അണുബാധ കൂടുതൽ വരാനുള്ള സാധ്യത അതിൽ കൂടുതലായിട്ടാണ്. ഡോക്ടർ, ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ സാർ, നമസ്കാരം. നമസ്കാരം സാർ. എനിക്ക് ഈ കുറച്ചു കാലമായിട്ട് ഈ ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ ഈ മൂക്കിന്റെ മുകളിൽ ഒരു തടസ്സം പോലെ വന്ന് ഉണരുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പം ഇത് ഇടയ്ക്ക് വരിക, പിന്നെ അത് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അത് ഇതിന്റെ അലർജി ലെവലോ ആണോ എന്ന് അറിയാനായിരുന്നു. അത് ഇങ്ങനെ ഒരു അവസ്ഥ വരിക, അപ്പം ഉറങ്ങാൻ സാധിക്കത്തില്ല. ഉറക്കത്തിലേക്ക് വഴി വീഴുമ്പോൾ ഈ മൂക്കിന് മേലെ എന്തോ തടസ്സം, കൂർക്കമ്പലി കണ്ണമാനം കൂടുതലാണെന്ന് ഇങ്ങനെ വരിക, കൂർക്കമ്പലി കൂടുതൽ. ഒരു സംശയം, ഡീപ്പ് സ്ലീപ്പിൽ നിന്നും എണീക്കാറുണ്ടോ? അതായത് ഉറക്കത്തിൽ നിന്നും ഈ മൂക്കിലെ തടസ്സം കാരണം അല്ലെങ്കിൽ ശ്വാസം കിട്ടാത്തത് കാരണം എണീക്കാറുണ്ടോ? എനിക്ക് ഉണരുകയാണ്. ഉണർന്നിട്ട് പിന്നെ അടുത്ത ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ പാടാം. പിന്നെ അകാദമായിട്ട് നിദ്രയൊക്കെ വരുമ്പോൾ അങ്ങ് ഉറങ്ങി പോവുകയാണ്. പിന്നെ ലാസ്റ്റൊക്കെയാണ് മയങ്ങുന്നത്. ചിലപ്പോൾ ഉറക്കം കിട്ടാതെ എണീക്കേണ്ടി വരുന്നു. വരികയല്ല, നേരം അങ്ങനെ സമയം പോവുക, പിന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഓക്കെ, ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു സംശയമാണ്. ഒരുപാട് പ്രേക്ഷകർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു ചോദ്യമാണെന്ന് തോന്നുന്നു. ഇതൊരു ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഉറങ്ങുന്ന സമയത്ത് ശ്വാസത്തിന് തടസ്സമുണ്ടാകുന്ന ഒരു രോഗമാണ്. മൾട്ടിപ്പിൾ റീസൺസ് ആണ് ഇതിനെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. ഇത് ഭയപ്പെടുത്തുന്ന രോഗമൊന്നുമല്ല. എങ്കിൽ പോലും തീർച്ചയായിട്ടും ഇതിനെ ഈ പറഞ്ഞ മാതിരി നമുക്ക് ഉറക്കം തടസ്സം ഉണ്ടാകുന്നു, പിറ്റേ ദിവസം നമുക്ക് ഉറക്കം ഡീപ്പ് സ്ലീപ്പ് കിട്ടാത്തത് കൊണ്ട് നമുക്ക് ക്ഷീണം ഉണ്ടാകുന്നു, നമുക്ക് കൃത്യമായിട്ട് ചിന്തിക്കുവാനോ ജോലികൾ ചെയ്യാൻ പറ്റാതെ ഇരിക്കുകയോ ചെയ്യുന്നു. അതൊരു ഉറക്കക്ഷീണം അനുഭവപ്പെടുന്ന രീതിയിലായിരിക്കും പിറ്റേ ദിവസം നമുക്ക് ഓഫീസിലോ അല്ലെങ്കിൽ വർക്കിലോ ഒക്കെ പോകാൻ പറ്റുക. ഇത് സ്ലീപ്പ് അപ്നിയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൂക്കിൻ്റെ ശ്വാസം തുടങ്ങുന്ന ഭാഗം മുതൽ ഉള്ളിലേക്ക് പോയി ശ്വാസകോശങ്ങളിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള തൊണ്ടയുടെ ഭാഗം വരെയുള്ള ഭാഗങ്ങളിൽ എന്ത് തടസ്സമുണ്ടെങ്കിലും ഈ ഒരു രോഗമുണ്ടാക്കാം. അതുപോലെ തന്നെ മറ്റ് ചില രോഗങ്ങൾ ഇതിനോടൊപ്പം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്ലീപ്പ് അപ്നിയ ഉണ്ടാകില്ല. മറ്റല്ല, ഇതിപ്പോൾ ഹൈപ്പോതൈറോയിഡിസം പോലെ തൈറോയിഡിൻ്റെ രോഗങ്ങൾ പോലെയുള്ള രോഗങ്ങളുണ്ടെങ്കിലും ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. ബേസിക്കലി
സ്ലീപ്പ് അപ്നിയ പോലെയുള്ള ശക്തമായ കൂർക്കം വലി, ഉറക്കത്തിൽ നിന്ന് നമ്മൾ എണീക്കുക, ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ചാടി എണീറ്റിട്ട് ചാടി എണീക്കുകയോ അല്ലെങ്കിൽ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആക്കുകയോ ഒക്കെ ചെയ്യുന്നത് നമുക്ക് ഒന്ന് പരിശോധന വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഈ തടസ്സം, എന്തുകൊണ്ടാണ് ഈ തടസ്സം ഉണ്ടാകുക എന്നുള്ളത് ഒരു ENT ഡോക്ടറെ കാണിച്ചിട്ട് പരിശോധിക്കുക. ആ തടസ്സം നമുക്ക് പലപ്പോഴും അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തടസ്സമാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റീസൺസ് ആയിരിക്കാം, ചിലപ്പോൾ അല്പം നമുക്ക് എന്തെങ്കിലും ഇൻ്റർഫറൻസ് ആവശ്യമുള്ള ചില ചികിത്സാ രീതികൾ ഇതിന് ആവശ്യമായിട്ട് വന്നേക്കാം. തീർച്ചയായിട്ടും ഒരു എന്തുകൊണ്ടാണ് ഈ തടസ്സം ഉണ്ടാക്കുന്നത് എന്ന ഒരു ENT ഡോക്ടറെ കണ്ട് കൃത്യമായ ഡയഗ്നോസിൽ എത്തിയതിനു ശേഷം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും ഉചിതം. അമിതവണ്ണം പ്രത്യേകിച്ച് ഇതിനൊരു കാരണമാണ്. സ്ഥിരമായിട്ട് നമ്മൾ ഉറങ്ങാതെ ഇരിക്കുമ്പോൾ മറ്റ് പല രോഗങ്ങളിലേക്കും നമ്മളിതിനെ തള്ളിവിടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഒരു മധ്യവയസ്കെല്ലാം കഴിഞ്ഞ ആൾക്കാർക്ക് വരുമ്പോൾ ഒരു 30-40 എത്തിക്കഴിയുമ്പോൾ ഇത്തരം രോഗങ്ങളിലേക്ക്, അതായത് ഹൈപ്പർ ടെൻഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ മൂക്കിന് തടസ്സം ഉണ്ടാകുന്നത് എന്താണെന്ന് വളരെ സിമ്പിളായിട്ടുള്ള ടെസ്റ്റുകളിലൂടെ പരിശോധിക്കാൻ കഴിയും. ഒരു ENT ഡോക്ടറെ തീർച്ചയായിട്ടും കാണിക്കുക. ശരി ഡോക്ടർ, ഈ സൈനസിന് ഇൻഫെക്ഷൻ അല്ലാതെ മറ്റു പല കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇത് എന്തുകൊണ്ട് സൈനസൈറ്റിസ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമുക്ക് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക? അതായത് സൈനസ് ഇൻഫെക്ഷൻസ് ആണ് ഇതിന് കാരണം എന്ന് എങ്ങനെയാണ് മനസ്സിലായത്? എന്തൊക്കെയാണ് പരിശോധനകൾ നടത്തുന്നത്? ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു രോഗി വരികയാണ്, എനിക്ക് തുടർച്ചയായി ഇതുപോലെ പ്രശ്നങ്ങൾ വരുന്നു, തലവേദന വരുന്നു, അത് എന്തുകൊണ്ട് വന്നു? സൈനസിൽ ഇൻഫെക്ഷൻ കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ വന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കാം? അതായത് നമുക്കൊരു അല്പം പരിചയസമ്പന്നനായ ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഹെഡേക്കിൻ്റെ കാരണങ്ങൾ പറയുമ്പോൾ തന്നെ ഏതാണ്ട് ഡയഗ്നോസിലെത്തും. അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മൈഗ്രെയിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് സാധാരണ ജനങ്ങൾക്ക് പോലും എല്ലാവർക്കും അറിയാം. ടെൻഷൻ ഹെഡേക്കിൻ്റെ ലക്ഷണങ്ങൾ ഏതാണ്ടൊക്കെ നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയും. സൈനസിൻ്റെ ലക്ഷണങ്ങളും നമുക്ക് സെപ്പറേറ്റ്. ഹെഡേക്കിന് ഒട്ടേറെ കാരണങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന കാരണം എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് രോഗിയുടെ ഹിസ്റ്ററി, അതായത് രോഗിയുടെ രോഗലക്ഷണങ്ങളും എങ്ങനെ വന്നു, എങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്, എത്ര നാൾ നിൽക്കുന്നത്, ആ ഒരു ഹിസ്റ്ററി എടുക്കുക, രോഗിയെ പരിശോധിക്കുക. രോഗിയെ പരിശോധിക്കുമ്പോൾ സൈനസിന് ബുദ്ധിമുട്ടുണ്ടോ, അകത്ത് മൂക്കിനകത്ത് ചതയോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ, അതോടൊപ്പം തന്നെ തടസ്സം ഉണ്ടാക്കുന്ന മറ്റെന്തെങ്കിലും കാരണങ്ങൾ തൊണ്ടയിലോ മറ്റു ഭാഗങ്ങളിലോ ഒക്കെ ഉണ്ടാക്കുക, ചെവിയിലേക്ക് ആ ഇൻഫെക്ഷൻ വരുന്ന ഒരു സാധ്യതയുണ്ടോ, മൂക്കും ചെവിയുമായിട്ട് എപ്പോഴും ബന്ധമുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് സൈനസിൻ്റെ ഇൻഫെക്ഷൻ ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഇത് കൂടാതെ തന്നെ മറ്റ് അപൂർവമായിട്ട് വരുന്ന തലവേദനകളുടെ രോഗലക്ഷണമുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, സാധാരണ ഒരു വൈറൽ ഫീവർ വരുമ്പോഴും ഹെഡേക്ക് വരും. അത് സൈനസ് തന്നെ ആവണമെന്നില്ല. അത് ഒരു വൈറൽ ഫീവറോടനുബന്ധിച്ച് വരുന്ന ഒരു ബോഡി ഏക്കിനോടുള്ള ഒരു ഹെഡേക്ക് ആവാം. അപ്പോൾ അത് പ്രിഡോമിനൻ്റ്ലി സൈനസൈറ്റിസ് ഹെഡേക്ക് ഉണ്ടാകില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിൽ കൂടെ തന്നെ ഇതിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഡയഗ്നോസ് എടുത്താൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ശരി ഡോക്ടർ, ഇപ്പോൾ ഒരു സാധാരണ ഒരു പനി ജലദോഷം വരുമ്പോൾ ഇതുപോലെ തലവേദന ഉണ്ടാകുന്ന ഡോക്ടർ പറഞ്ഞല്ലോ, അത് ഒട്ടുമിക്ക പേര് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളെല്ലാം ചെയ്യുന്നത് ഒരു സാധാരണ ഒരു നേസൽ സ്പ്രേ ഉപയോഗിക്കുന്നു, അപ്പോൾ അതിനൊരു റിലീഫ് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? ഇതും വളരെ 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 ധാരാളം ആൾക്കാർ, ഒട്ടനവധി ആൾക്കാർ, വളരെ എഡ്യൂക്കേറ്റഡ് ആൾക്കാരൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ്. ഇത് മൂക്കിന് അടവ് വരികയാണെങ്കിൽ സാധാരണ ലഭ്യമാകുന്ന പലതരത്തിലുള്ള നേസൽ ഡ്രോപ്സ് തന്നെ വാങ്ങിയിട്ട് ഒഴിക്കും. അപ്പം പെട്ടെന്ന് മൂക്ക് തുറക്കും. ഇത്തരം മരുന്നുകളുടെ ഒരു തലവേദനയും പോകും. അതെ, ആ മൂക്ക് പെട്ടെന്ന് തുറക്കുകയും നമുക്കൊരു ആശ്വാസം ലഭിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ, അങ്ങനെ നമ്മൾ സൈനസിലെ ഇൻഫെക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇത്തരം മരുന്നുകൾ, എസ്പെഷ്യലി സലൈൻ നേസൽ ഡ്രോപ്സ് എന്ന് പറയുന്ന, സാധാരണ ഉപ്പുവെള്ളം എന്ന് വേണമെങ്കിൽ പറയാം, സലൈൻ നേസൽ ഡ്രോപ്സ് എന്ന് പറയുന്ന നേസൽ ഡ്രോപ്സ് ഒഴിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടില്ല. പക്ഷേ ഓക്സിമെറ്റസോളിൻ, സൈലമെറ്റസോളിനൊക്കെ അടങ്ങിയ ചില മരുന്നുകൾ, അതിൻ്റെ ട്രേഡ് നെയിമുകളൊന്നും ഞാൻ പറയുന്നില്ല, അത്തരം മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതിനൊരു ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഈ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഈ മരുന്നിന് ഒരു റീബൗണ്ട് കണ്ടീഷനുണ്ട്. ഇത്തരം മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം ആൻറ്റിബയോട്ടിക്സിൻ്റെ കൂടെ മറ്റു മരുന്നുകളുടെ കൂടെ മാത്രം ഉപയോഗിക്കുന്നതാണ് ബെറ്റർ. ഈ റീബൗണ്ട് കൺജഷൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ മൂക്കിൽ സ്ഥിരമായിട്ട് നേസൽ ഡ്രോപ്സ് ഒഴിക്കുന്നു, മൂക്ക് പെട്ടെന്ന് തുറക്കുന്നു, ആശ്വാസമാകുന്നു, മറ്റു രോഗലക്ഷണങ്ങളൊക്കെ നമുക്ക് മാറി നമുക്ക് വളരെ റിലീഫ് ലഭിക്കുന്നു. ഇതിനൊരു റീബൗണ്ട് കൺജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നേസൽ ഡ്രോപ്സിൻ്റെ ഫലമായി ഒരു 48 to 70 days, കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ഈ നേസൽ ഡ്രോപ്സ് മൂലം മൂക്കടയും. അതാണ് ഒരു റീബൗണ്ട് കൺജഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ സ്ഥിരമായ അലർജി ഉള്ളവർ ഈ നേസൽ ഡ്രോപ്സ് തന്നെത്താനെ വാങ്ങിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ശീലം ഉണ്ടാകും. മൂക്ക് പെട്ടെന്ന് തുറക്കുന്നതുകൊണ്ട് തന്നെ അതൊരു ശീലമായി പോവുകയും ചെയ്യും. പക്ഷേ ഇതിനൊരു റീബൗണ്ട് കൺജഷൻ ഉള്ളതുകൊണ്ട് ഈ മരുന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു 48 to 70 hours അല്ലെങ്കിൽ 1 വീക്കിനകം വീണ്ടും മൂക്കിന് കൺജഷൻ വരും, അലർജി കൂടാതെ. അതുകൊണ്ട് അത്തരം മരുന്നുകൾ സ്വാഭാവികമായിട്ടും നമ്മൾ സ്വന്തം ഒരു ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഡോക്ടർ നിർദ്ദേശിക്കുന്ന ആന്റിബയോട്ടിക്സിന്റെ കൂട്ടത്തിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. ഒരു സാധാരണ ഒരു വൈറൽ ഇൻഫെക്ഷന്റെ കൂടെയാണ് സൈനസൈറ്റിസ് വന്നതെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് ഇതിനോടൊപ്പം തന്നെ ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുക എന്നുള്ളതാണോ? അതെ, തീർച്ചയായിട്ടും. ആന്റിബയോട്ടിക്സ് വൈറൽ ഇൻഫെക്ഷൻസിന് ആന്റിബയോട്ടിക്സ് അല്ല, ആന്റി വൈറൽസ് ആണ് ഉപയോഗിക്കുക. പക്ഷേ ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നത് ചെസ്റ്റിലെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആ ആന്റിബയോട്ടിക്സ് പലപ്പോഴും സൈനസ് ഇൻഫെക്ഷൻ അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനും എഫക്റ്റീവ് ആകും. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കതിന് ഒരു സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് മാത്രമേ അതിന്
കൂടുതലായിട്ട് ആവശ്യം വരുത്തുള്ളൂ. ഡോക്ടർ, ഒരു ക്രോണിക് സൈനസൈറ്റിസ് ഒരു സിവിയർ സ്റ്റേജിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ് അവിടെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്തായിരിക്കും ഒരാൾക്ക്? അപ്പോഴുള്ള ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് വ്യത്യാസം? ട്രീറ്റ്മെന്റിൽ അതിനകത്ത് വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ മെഡിക്കൽ മാനേജ്മെന്റ്, അതായത് മരുന്നുകൾ കൊണ്ടുള്ള ട്രീറ്റ്മെന്റിൽ മാറാതിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുമ്പോഴാണ് മറ്റ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് ആലോചിക്കുന്നത്. ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് മൂക്കടയുക, സ്ഥിരമായിട്ട് മൂക്കൊലിപ്പും മൂക്കടവും മൂക്കിന് ഇത് വരിക. ക്രോണിക് സൈനസൈറ്റിസിൽ ഒരു ഡൾ ഹെഡേക്ക്, തലവേദന, വീക്കായിട്ടുള്ള ഒരു ഹെഡേക്ക് അനുഭവപ്പെടുക. ഇത്തരം അസ്വസ്ഥതകൾ മൂക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ശ്വാസം അകത്തേക്ക് വലിക്കാൻ പോലും പ്രയാസം ഉണ്ടാവുക. അങ്ങനെയുള്ള ഒരു ക്രോണിക് സൈനസൈറ്റിസിൻ്റെ രോഗലക്ഷണങ്ങളാകാം. അപ്പോൾ നമ്മൾ 2 ടെസ്റ്റുകളാണ് സാധാരണയായിട്ട് ഇതിനകത്ത് ചെയ്യുക. നമുക്ക് സാധാരണഗതിയിൽ ഇപ്പോൾ ENT ഡോക്ടേഴ്സിന് ഡയഗ്നോസ്റ്റിക് എൻഡോസ്കോപ്പി എന്ന് പറയുന്ന ടെസ്റ്റുണ്ട്. അത് OPയിൽ വെച്ച് തന്നെ സാധാരണ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ്. അതായത് മൂക്കിനകത്തേക്ക് എൻഡോസ്കോപ്പ് കടത്തിയതിനു ശേഷം മൂക്കിലെ തടസ്സം ഏതാണെന്ന്, എവിടെയാണ് എന്ന് പ്രാഥമികമായിട്ട് വിലയിരുത്തുന്നതാണ് എൻഡോസ്കോപ്പിക് ടെസ്റ്റ്. അതോടൊപ്പം തന്നെ ക്രോണിക് സൈനസൈറ്റിസ് നിൽക്കുന്നു, ചിലപ്പോൾ ഒരു പക്ഷേ ഇതിൽ തടസ്സം ഉണ്ടാകുന്ന രീതിയിലേക്ക് നിൽക്കുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുകയോ പരിശോധനയിൽ അത് കാണുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ CT സ്കാൻ ആവശ്യമായി വന്നേക്കാം. സ്കാൻ ചെയ്ത് നോക്കാം. അപ്പം മൂക്കിനകത്ത് ചതയുണ്ടോ, അല്ലെങ്കിൽ ഈ ചതയുണ്ടെങ്കിൽ എത്രമാത്രമാണ്, ഈ നേസൽ സെപ്റ്റത്തിൻ്റെ വളവ് അല്ലെങ്കിൽ മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുന്നത് എത്രമാത്രമാണ്, ഏതൊക്കെ രീതിയിൽ വളഞ്ഞിരിക്കുന്നതൊക്കെ അറിയാനായിട്ട് CT സ്കാൻ ചെയ്ത് നോക്കുന്നു. ഇത് രണ്ടിനകത്തും രോഗലക്ഷണങ്ങൾ ഈ ഒരു തടസ്സം ഉണ്ടാക്കുന്ന രീതിയിലാണെങ്കിലും ആണെന്നിരിക്കലും ആൻറ്റിബയോട്ടിക്സും മറ്റു മരുന്നുകളും കൊണ്ട് ഇത്തരം സൈനസുകളുടെ ട്രീറ്റ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി എന്ന് പറയുന്ന FES എന്ന് ഉപയോഗിക്കുന്ന സർജറിയിലൂടെ ഈ മൂക്കിന് ഏത് ഭാഗത്താണോ ഒരു സ്ട്രക്ചറൽ തടസ്സമുള്ളത്, ശ്വാസം പോകുന്നതിന് തടസ്സം ഉണ്ടാകുന്ന ഭാഗത്തെ ആ തടസ്സം മാറ്റുന്ന സർജറി സാധാരണഗതിയിൽ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. മുമ്പൊക്കെ പലപ്പോഴും നമ്മൾ പറയാം ഈ ക്രോണിക് സൈനസൈറ്റിസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് നിത്യരോഗമാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ഒരു രീതിയിലേക്കല്ല. അലർജി നമുക്ക് പലപ്പോഴും തുടർന്നുണ്ടാകുമെങ്കിൽ പോലും ഈ എൻഡോസ്കോപ്പിക് സർജറി നിലവിൽ വന്നതോടുകൂടി തന്നെ ഇത്തരം ദീർഘനാൾ നിൽക്കുന്ന തലവേദനയിൽ ഗണ്യം ശതമാനം ആൾക്കാർ, വളരെ നല്ല ശതമാനം ആൾക്കാരിലും വളരെ നല്ല റിലീഫാണ് ലഭിക്കുക. പ്രൊവൈഡഡ്, ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവൈഡഡ് അവർ വീണ്ടും അലർജി നിയന്ത്രിക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് തുടരേണ്ടി വരും. അലർജി നമുക്ക് സർജറിയിലൂടെ മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് നിയന്ത്രിക്കാനുള്ള ട്രീറ്റ്മെൻറ്റും അതിനോടൊപ്പം വേണ്ടി വന്നു. ശരി ഡോക്ടർ, ഇതിപ്പോൾ സർജറി എന്ന് സൂചിപ്പിച്ചല്ലോ. ഇപ്പോൾ മൂക്കിൽ തുടർച്ചയായി ദശ വളരുന്ന അസുഖം അല്ലെങ്കിൽ പാലത്തിൽ ചെറിയൊരു വളവ്, അതെല്ലാം ഈ സർജറിയിലൂടെ നമുക്ക് പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയും? തീർച്ചയായിട്ടും. ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഈ സൈനസിലെ മൂക്കിൻ്റെ പാലത്തിൻ്റെ ചെറിയ വളവുകൾ ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. അതുകൊണ്ട് 70% ആൾക്കാരിലും മൂക്കിൻ്റെ പാലത്തിന് ചെറിയൊരു വളവൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊരു രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു, അത് തടസ്സം ഉണ്ടാക്കുമെങ്കിൽ മാത്രമേ അതിനൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുള്ളൂ. പാലത്തിൻ്റെ വളവ്, ചതയുണ്ടായിരിക്കുന്നത്, മൂക്കിനകത്ത് ചതയുണ്ടാകുന്നത് ചിലപ്പോൾ വളരെ ചെറിയ ചതകളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ മെഡിക്കൽ മരുന്നുകളിൽ ചെറിയ പോളിപ്പോയിഡ് ചേഞ്ചസ്, അതായത് മൂക്കിനകത്ത് സ്വാഭാവികമായി സാധാരണഗതിയിൽ തന്നെ ഉണ്ടാകുന്ന ദശകൾക്ക് വീർക്കം വരുന്നു, ടെർബിനേറ്റ്സ് എന്ന് പറയും. അത് മൂക്കിൻ്റെ സ്ട്രക്ചറാണ്. അതിന് വീർക്കം ഉണ്ടാകുന്നവർക്ക് അതിന് പോളിപ്പോയിഡ് ചേഞ്ചൊക്കെ ഉണ്ടാകുന്ന ചിലപ്പോൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് മരുന്നുകൾ കൊണ്ട് വ്യത്യാസം ഉണ്ടാക്കാം. നേസൽ സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച തുള്ളി മരുന്നുകളല്ല, അത് വ്യത്യാസമാണ്. നേസൽ സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകൾ, ഇതിനെ നിയന്ത്രിക്കാനുള്ള മരുന്നുകളൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ കൂടെ തന്നെ കുറേ നിയന്ത്രണ വിധേയമാക്കി കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ അതിന് നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിലേക്ക് നിൽക്കുന്ന ആൾക്കാർക്കാണ് ഈ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി ചെയ്യുന്നത്. അതിന് വളരെ നല്ല റിലീഫാണ്. അതായത് മൂക്കിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഈ മൂക്കിലേക്കാണ് ഈ സൈനസുകൾ തുറക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അതിലെ തടസ്സത്തെ മാറ്റി കൊടുക്കുന്നു. എവിടെയാണോ തടസ്സം ഉണ്ടാകുന്നത് ആ ഓപ്പണിങ്ങിനെ വലുതാക്കി കൊടുക്കുന്നത്. അപ്പം സാധാരണഗതിയിലുള്ള ഒരു ഡ്രെയിനേജ് ഉണ്ടാകുന്നു. അതിനോട് പരിപൂർണമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാകും. പ്രൊവൈഡഡ് അലർജിയുടെ ട്രീറ്റ്മെന്റ് നമ്മൾ തുടരും. ഈ ദശ ഒരു പ്രാവശ്യം സർജറി ചെയ്താൽ അത് വീണ്ടും അതുപോലെ പഴയതുപോലെ ആകാനുള്ള സാധ്യതയുണ്ടോ ഡോക്ടർ? ഈ മൂക്കിലുണ്ടാകുന്ന നേസൽ പോളിപ്പുകളൊക്കെ റിക്കർ ചെയ്യാൻ, വീണ്ടും വരാൻ സാധ്യതയുള്ളതാണ്. അത് നമ്മൾ ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാനായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള സർജിക്കൽ രീതികളനുസരിച്ച് അത്തരം റിക്കറൻസ് വീണ്ടും വരുന്ന ഒരു രീതി വളരെ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. കാരണം ഈ എൻഡോസ്കോപ്പി ഉപയോഗിച്ച് നമ്മൾ സർജറി ചെയ്യുമ്പോൾ മൂക്കിനകത്തിരിക്കുന്ന ചതയുടെ വലിപ്പവും അത് എത്രമാത്രമുണ്ടോ അതിനെ പരിപൂർണ്ണമായിട്ടും എടുത്തു കളയാൻ, വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സാധനങ്ങൾ പോലും എടുത്തു കളയാൻ കഴിയുന്നുണ്ട് തന്നെ റിക്കർ ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. എങ്ങനെയാണ് ഡോക്ടർ അതിൻ്റെ സർജറിയൊക്കെ? അപ്പോൾ സാധാരണ ഒരു കീഹോൾ കീഹോളൊന്നും ഇല്ല. അത് വളരെ പലപ്പോഴും നമുക്ക് മൂക്കിനകത്തൂടെ ഒരു നേസൽ എൻഡോസ്കോപ്പ് കടത്തുകയും അതൊരു TV സ്ക്രീനിലേക്ക് ഘടിപ്പിക്കുകയും നമ്മുടെ വളരെ എൻലാർജ്ഡ് ആയിട്ട് മൂക്കിൻ്റെ ഉള്ള സ്ട്രക്ചർ കാണുകയും അതിന് മൂക്കിന് എൻഡോസ്കോപ്പിനകത്ത് മൂക്കിനകത്തൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ ഉപകരണങ്ങളിലൂടെ മുറിവുകളുള്ളതെല്ലാം മൂക്കിനകത്തായിരിക്കും, പുറത്ത് മുറിവുകളൊന്നും കാണുന്നില്ല. വളരെ എന്നുവെച്ചാൽ മുമ്പത്തെ പോലെ ഒരു ഓപ്പൺ സർജറിയോ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റോ ഒന്നും ഇപ്പോൾ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു കുറച്ചുകൂടെ ഫാസ്റ്റ് റിക്കവറിയുള്ള സർജറിയും പേഷ്യൻസിന് ലെസ് കൺവീനിയൻസ്, കുറച്ച് ബുദ്ധിമുട്ടുകൾ മാത്രമുള്ള ഒരു സർജറിയാണ്. വീണ്ടും അതേപോലെ ആയാൽ വീണ്ടും ഒരു ചെറിയ രീതിയിലുള്ള സർജറി എന്നത് തന്നെയാണ്. ഇല്ല, അതിനകത്തൊരു ഞാൻ അടിവരായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, വീണ്ടും റിക്കർ ചെയ്യാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കുക എന്നത് വളരെ പ്രാധാന്യം അറിയിക്കുന്നു. അതും പ്രിവെൻറ്റ് ചെയ്യാണ്. ഇപ്പം ഭയങ്കര ഡസ്റ്റി ആയിട്ടുള്ള എൻവയൺമെൻറ്റിൽ പെയിൻറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില സ്ഥിരമായിട്ട് നല്ല നിങ്ങളെപ്പോലെ തന്നെ ഫുൾ ടൈം എയർ കണ്ടീഷനിൽ വർക്ക് ചെയ്യേണ്ടുന്ന ആൾക്കാർ, അത്തരം ആൾക്കാർക്ക് ഈ ഒരു പ്രോൺ ആവും. അതിൽ നിന്ന് മാക്സിമം ഒരു പ്രൊട്ടക്റ്റീവ് കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അലർജി മൂലം അത് റിക്കർ ചെയ്യാനുള്ള സാധ്യത കുറയും.
അതോടൊപ്പം തന്നെ മൂക്കിൽ ഉപയോഗിക്കുന്ന നേസൽ സ്പ്രേ, ഞാൻ നേരത്തെ പറഞ്ഞ തുള്ളി മരുന്നുകളല്ല, നേസൽ സ്പ്രേസ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നേസൽ സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകളുണ്ട്. അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നുകളാണ്. സ്റ്റീറോയിഡ് കലർന്ന വളരെ മൈന്യൂട്ടായിട്ടുള്ള സ്റ്റീറോയിഡ് കലർന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്ന്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉപയോഗിക്കുകയാണ് അതിനകത്ത്. അത്തരം മരുന്നുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും റിക്കർ ചെയ്യില്ല. വീണ്ടും ചതയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ചെയ്യേണ്ടി വരാം. പക്ഷേ അതിന്റെ തോത് ഇപ്പം ക്രമേണ കുറഞ്ഞു വരിക. ഡോക്ടർ, ഈ സാധാരണ അലർജി പ്രശ്നമുള്ളവർ ഓൾറെഡി അത്തരത്തിലുള്ളത് ഉപയോഗിക്കുന്നത്, അതിന്റെ കൂടെ ഇതും കൂടെ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ ചെയ്യേണ്ടത്, വീണ്ടും വരാതിരിക്കാനായിട്ട് ഇത്തരം അലർജി. കാര്യം എസ്പെഷ്യലി നമ്മളിപ്പോൾ ഒരു പ്രൊഫഷൻ വൈസ് ഇപ്പോൾ പൊടി തട്ടുന്ന അന്തരീക്ഷങ്ങളൊക്കെ അല്ലെങ്കിൽ അലർജി ഉണ്ടാക്കാൻ സാധ്യതയുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ആ ഒരു അലർജി പ്രോൺ ആയതുകൊണ്ട് തന്നെ അത്തരം പ്രിക്കോഷൻസ് എടുക്കും. നമ്മൾ അലർജി വരാതിരിക്കാൻ എത്രത്തോളം ശ്രദ്ധിക്കുന്നു അതുപോലെ തന്നെ സൈനസൈറ്റിസ് വീണ്ടും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് തന്നെയാണ്. എക്സാക്ട്ലി അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതായത് അലർജിക്ക് പ്രോൺ ആയിട്ടുള്ള ആൾക്കാർ സൈനസ് ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും അത് വരാതിരിക്കുന്ന പ്രിക്കോഷൻസ് എടുക്കുന്നത് റിക്കർ ചെയ്യാതിരിക്കും സഹായിക്കും. തീർച്ചയായും ഡോക്ടർ, ഞാൻ സമയക്കുറവുണ്ട് ഇടപെടുകയാണ്. സൈനസൈറ്റിസിന്റെ കാരണങ്ങളെയും ചികിത്സാ രീതികളെയുമാണ് ഇന്ന് ഡോക്ടർ ക്യൂവിൽ സംസാരിച്ചത്. വളരെയധികം നന്ദി ഡോക്ടർ, നിങ്ങളുടെ അതിഥിയായി എത്തിയതിന്. ഇന്നത്തെ ഡോക്ടർ ക്യൂ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.